ഞാൻ ഇതിന്റെ കൂടെ പല ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കൈമ റൈസ് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സപ്ലൈ ചെയ്തിരുന്നു വേറെ ബ്രാൻഡുകൾ. പക്ഷെ എന്താ വെച്ചാൽ അത് രണ്ടും നമ്മൾ തമ്മിൽ വ്യത്യാസം തോന്നിയത്, വേറെ ബ്രാൻഡ് കൊടുത്തിരുന്നവർക്ക് റോസ് ബ്രാൻഡ് കൊടുത്ത് ശേഷം അവർ യൂസ് ചെയ്തതിന് ശേഷം ആ ചോറിന്റെ സോഫ്റ്റ്നെസ് രണ്ടും രണ്ടാണ്. റോസിൻ്റെതായ സോഫ്റ്റ്നെസ് വേറെ തന്നെയാണ്. അപ്പോൾ ആ അനുഭവം ഡയറക്റ്റ് അനുഭവിച്ചതാണ് ഞാനും വീട്ടിൽ യൂസ് ചെയ്തിട്ട് നമ്മളത് കുക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് നമ്മൾ സ്വയം അനുഭവിച്ചറിഞ്ഞ ശേഷം തന്നെയാണ് ഞാൻ സപ്ലൈ തുടങ്ങിയത്. സാധാരണ മറ്റ് ബ്രാൻഡുകൾ വാങ്ങിച്ച് നമ്മുടെ ഗോഡൗണിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലാണ് സത്യം പറഞ്ഞാല്. പക്ഷെ റോസ് ബ്രാൻഡ് വന്നതിന് ശേഷം നമ്മൾ റോസ് ബ്രാൻഡ് ഇട്ട് കഴിഞ്ഞാൽ 25 ടണ്ണ് സ്റ്റോക്ക് ഗോഡൗണിൽ ഇട്ടാൽ പോലും നമുക്ക് സ്മെല്ല് ഉണ്ടാവില്ല. കാരണം വെച്ചാല് ബാഗിൽ സാധനം ഇരിക്കുമ്പോൾ സ്മെല്ലില്ല. പക്ഷെ അത് കുക്കിംഗ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. എത്രയോ ദൂരം വരെ അതിന്റെ സ്മെല്ല് പോകുന്നുണ്ട്. ജയനഗർ, ഇലക്ട്രോണിക് സിറ്റി, RR നഗർ, യശന്തപുരം, മത്തിക്കര, വിദ്യാരണ്യപുര അങ്ങനെ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ കംപ്ലൈന്റ് ഒന്നുമില്ല, നല്ല അഭിപ്രായമാണ്. കൊടുത്ത ഒരു റിപ്പീറ്റ് ഓർഡർ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം കൊണ്ട് പുതിയ ആൾക്കാർ ഇതിലേക്ക് പഴയ ബ്രാൻഡുകൾ മാറ്റി റോസ് ബ്രാൻഡിന് അവർ എൻക്വയറി കൂടുതൽ വരുന്നുണ്ട് നമുക്ക്. റോസ് ബ്രാൻഡ് കൈമ റൈസ്, മനസ്സ് നിറയും രുചി.